വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മള് കേസ് പെയിന്റിങ് ചെയ്യാൻ പോണ്. കേസ് എന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ കേസിലെ ഫോൺ കേസ് ഇത് അത്യാവശ്യം നല്ല ഡാമേജ്ഡ് ആയിട്ടുള്ള കേസാണ്. ഇതിനെ നമ്മൾ പെയിന്റ് ചെയ്ത് പുതുപുത്തനാക്കാൻ പോവാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ഈ പെയിന്റിങ് ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാവേ. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് പെയിന്റ് ആണ്. ഇതിൽ അത്യാവശ്യം കുറച്ചധികം ഷെയ്ഡുകളുണ്ട്. ഇത് അക്രലിക് പെയിന്റ് ആണ്. അക്രലിക് പെയിന്റ് ആണ്. ഇതിന്റെ അത്യാവശ്യം കുറച്ചധികം ഷെയ്ഡുകളുണ്ട്. ഈ പെയിന്റ് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മള് അക്രലിക്കിന്റെ തന്നെ ബോട്ടിൽ പെയിന്റ് ഉണ്ട്. ബോട്ടിൽ പെയിന്റുകൾ അത്യാവശ്യമുണ്ട്. അതിന്റെ ഒരു സെക്ഷൻ അതും നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഇത് വാട്ടർ കളറാണ്. ബൈ ചാൻസ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാലോ. അതും വാട്ടർ കളറിന്റെ തന്നെ ട്യൂബാണ്. ഇതും വേണം. പിന്നെ നമുക്ക് വേണ്ടത് ടൈപ്സ് ഓഫ് ബ്രഷുകളാണ്. ഇതിൽ അത്യാവശ്യം ബ്രഷുകൾ ഉണ്ട്. ഇത് ഓരോന്നും ഓരോ ടൈപ്പ് ബ്രഷുകളാണ്. ഓരോ ടൈപ്പുകളാണ്. ബ്രഷ് വേണം. പിന്നെ നമുക്ക് ഇത് ഞാൻ കുറെ യൂസ് ചെയ്തതാണ് പെയിന്റ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് 2 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും വേണം. പിന്നെ ഒരു വേസ്റ്റ് ക്ലോത്ത് വേണം. പിന്നെ നമുക്ക് ആവശ്യമായ വെള്ളം. നമ്മൾ പെയിന്റ് ചെയ്യാൻ പോകുന്നത് ഈ കേസിലാണ്. ഇത് അത്യാവശ്യം നല്ല ഡാമേജ് ആയിട്ടുള്ള കേസാണ്. ഇതിലൊരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇതിലാണ് നമ്മളപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കേസിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ എന്ന് പറയുന്നത്, ഈ ഒരു ഡിസൈന് നമ്മൾ ഈ കേസിൽ ചെയ്യും. അപ്പൊ ഞാനിത് നമ്മുടെ പാലറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് വേണ്ടത് യെല്ലോ അല്ല ബ്ലാക്ക് പെയിന്റ്, ബ്ലാക്ക് അക്രലിക് പെയിന്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ യെല്ലോ അക്രലിക് പെയിന്റും വേണം. അതിന്റെ തന്നെ 2 എണ്ണം ഉണ്ട്. രണ്ടും സെയിം തന്നെയാണ്, പക്ഷെ 2 എണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ബ്ലാക്ക് പെയിന്റ് എടുക്കാവേ. കയ്യിലായി നമുക്കത് തൊത്ത് കളയാം. ബ്ലാക്ക് പെയിന്റ് ഈ വലുതിൽ തന്നെ ഇത്തിരി ഒഴിച്ചു കൊടുക്കാം. അയ്യോ, സത്യം പറഞ്ഞാൽ ഞാനൊരു മണ്ടത്തരം ചെയ്തു. ഇപ്പൊ തന്നെ ബ്ലാക്ക് ഒഴിക്കണ്ടായിരുന്നു, ബട്ട് ഞാൻ ഒഴിച്ചു പോയി. കാരണം നമുക്ക് ഈ ബ്ലാക്കിന് മുന്നേ ഒരു ബേസ് കൊടുക്കണം. ബേസ് നമ്മൾ വൈറ്റിലാണ് കൊടുക്കാറ്, അത് കൊടുക്കണം. പക്ഷെ അത് ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. വൈറ്റ് പെയിന്റ് ഉണ്ട്, വൈറ്റും കൂടെ നമുക്ക് ഒഴിക്കാം. വൈറ്റ് ജസ്റ്റ് നമുക്കൊരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കിട്ടിയിട്ടൊന്ന് ഉണങ്ങണം. വൈറ്റ് ഒരുപാട് വേണമെന്നില്ല, അതുകൊണ്ട് വൈറ്റ് നമ്മൾ എടുത്തു. അപ്പൊ ഇതില് ബ്ലാക്കും വൈറ്റും എടുത്തിട്ടുണ്ട്. വെള്ളം മെയിൻ ആണ്, ബട്ട് വെള്ളം ഞാനത് ഇതിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ ഒരുപാട് വെള്ളം വേണം. ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ തുടച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. മാക്സിമം ഇത് ഇത്രയേ വൃത്തിയാകുള്ളൂ. കാരണം ഇതിൽ അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റെയിൻ ഉണ്ട്. സ്റ്റെയിൻ അല്ല, സ്ക്രാച്ചസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ബ്രഷാണ് വേണ്ടത്. ഈ ബ്രഷ് നമ്മള് വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് കഴുകുക. നന്നായിട്ട് കഴുകിയതിനു ശേഷം നമ്മളൊരു വൈറ്റ് പെയിന്റ് എടുക്കുന്നു. വൈറ്റ് പെയിന്റ് എടുത്ത് ഫുള്ളായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും. ജസ്റ്റ് നമ്മളൊരു ബേസ് ആണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ബ്ലാക്ക് ചിലപ്പോൾ വേഗം ഇളകി പോരാനുള്ള ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ കുറച്ചൊന്ന് സെറ്റ് ആയിട്ട് ഇരുന്നോളും. നമുക്കിങ്ങനെ ലുക്കൊന്നും നോക്കേണ്ട കാര്യമില്ല, നമ്മൾ അടിക്കുക. ആക്ച്വലി വൈറ്റ് നമുക്ക് ഇത്രയും വേണ്ടായിരുന്നു, എടുത്ത് പോയി. ഞാനിതപ്പോ ഇത് അത്യാവശ്യം ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടുണ്ട്. അപ്പൊ വൈറ്റ് കളർ ബേസ് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് ഉണങ്ങാനുള്ള ടൈം നമ്മൾ കൊടുക്കണം. അപ്പൊ ഞാനിത് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടി ടേബിൾ ഫാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ദിസ് ഈസ് മൈ ക്യൂട്ട് ഫാൻ. ഇതിപ്പോ വർക്കിംഗ് ആണ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ലൈറ്റ് കത്തിക്കാൻ പറ്റും. കണ്ടോ, ഇപ്പൊ സ്പീഡ് കൂടി ഇത് ഓഫായി. അപ്പൊ നമ്മള് ഈ ഒരു ഫാന് നമുക്ക് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് വേഗം ഉണക്കിയെടുക്കാം. അപ്പൊ പെട്ടെന്ന് ഉണങ്ങിക്കോളും. ഈ പെയിന്റിലേക്ക് ആവാതെ നോക്കണം. ഇതിപ്പോ ഞാൻ മണ്ടത്തരം ചെയ്തതാണ്, പെട്ടെന്ന് അത് എടുത്തു പോയി. ഇതിപ്പോ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് അടിക്കാം. എന്തായാലും
ഇതിനെ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് ഇവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. ആ സമയത്തിനുള്ളിൽ നമുക്ക് ഇത് അമ്മേന്റെ പൗച്ചാണ്. അമ്മേന്റെ പൗച്ചിലും കൂടെ നമുക്ക് വൈറ്റ് കോട്ട് കൊടുത്തേക്കാം. എന്തായാലും ഇനിയിപ്പോ ഈ പെയിന്റ് ഇങ്ങനെ കുറെ നേരം വെച്ച് കഴിഞ്ഞാൽ കട്ട പിടിക്കും. അപ്പൊ നമുക്ക് വൈറ്റ് എടുത്തിട്ട് ഇതിലും കൂടെ ഒന്ന് കൊടുക്കാം. ഇതിപ്പോ തന്നെ കുറച്ച് കട്ടയായിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഉണങ്ങാൻ പറ്റും. ഇത് ശരിക്കും നല്ല പൗച്ചാണ്. എനിക്കിതിൽ ചെയ്യാൻ അങ്ങനെ മനസ്സ് വരുന്നില്ല. ബട്ട് നമുക്ക് ഇതിലും വൈറ്റ് കൊടുക്കാം. ആ സമയം കൊണ്ട് എല്ലാം ഉണങ്ങില്ല. പെയിന്റ് എന്തായാലും കട്ട പിടിച്ച് പോകണ്ട. ഇതിന്റെ സൈഡൊക്കെ യെല്ലോ ആയിട്ടുണ്ട്. നമുക്ക് ആ സൈഡും കൂടെ ഫീൽ ചെയ്യാം. ഇത് നമുക്ക് ഉണങ്ങാൻ വെക്കാം. ഇത് അപ്പൊ അത്ര പെർഫെക്റ്റ് ആയിട്ട് ഉണങ്ങിയിട്ടില്ല. എനിക്ക് അതിന്റെ ക്ഷമയില്ലാത്തത് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് അടിച്ചു നോക്കാം. ബട്ട് എത്രത്തോളം സക്സസ് ആവും അറിയത്തില്ല. നോക്കാവേ. അല്ലെങ്കിൽ ബ്ലാക്ക് ഇനിയും വെച്ചാൽ കട്ടയായി പോവും. കുഴപ്പമില്ലാത്തൊരു രീതിയിൽ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇതൊന്ന് സെറ്റ് ആക്കട്ടെ. ഈ ബ്ലാക്ക് ഞാൻ അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ കുറച്ച് അപാകതകളുണ്ട്. അതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യാം. കാരണം വൈറ്റ് ഇളകി വരുന്നുണ്ട് അടിയിൽ നിന്ന്. നമുക്ക് നോക്കാം. ഞാനിപ്പോ നേരത്തെ ചെയ്ത് വെച്ച ഒരു വൈറ്റ് ഉണങ്ങാൻ നല്ല പാടാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് യെല്ലോ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ ബ്ലെൻഡായി വന്നിട്ട് നമുക്ക് നോക്കാം. ഞാൻ ഉദ്ദേശിച്ചൊരു ഔട്ട്പുട്ട് അല്ല ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഞാനിപ്പോ ഇതിനെ രണ്ടിനെയും ഒന്നും കൂടെ ഞാൻ ബ്ലെൻഡ് ചെയ്തു. ഒന്നിലെ യെല്ലോയും കൊടുത്തു, ഒന്നിന്റെ ബ്ലാക്കും. ഇത് ഉണങ്ങാൻ അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. യെല്ലോ പെയിന്റ് അടിച്ചതിൽ ഞാനൊരു റെഡ് ഫ്ലവറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റെഡ് പെയിന്റ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ രീതിക്കുള്ള ചെറിയ ഫ്ലവേഴ്സ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ അത് ഏത് രീതിയിൽ വരും എന്നറിയില്ല. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം.
അപ്പൊ ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. ചെറിയ അവിടെ ഇവിടെ അപാകതകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചും കൂടെ ഭേദമാണെന്ന് എനിക്ക് തോന്നുന്നത്. നേരിട്ട് കാണാൻ അത്രയ്ക്കില്ല. എന്തായാലും ഈ പെയിന്റ് ഇതിൽ നിൽക്കും എന്നെനിക്ക് ഉറപ്പില്ല. എന്തായാലും ഇനിയിപ്പോൾ ഇത് ചെയ്ത സ്ഥിതിക്ക് ഇനി അടുത്തതും കൂടെ നമുക്ക് ചെയ്യാം. ഈ പൗച്ച് ചെയ്യാൻ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. എന്താന്ന് വെച്ചാൽ യെല്ലോ കളർ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നല്ല രസമായിരിക്കും ഫൈനൽ ഔട്ട്പുട്ട് കാണാനായിട്ട്. പക്ഷേ എൻ്റെ വര എത്രത്തോളം ഉണ്ടാവും എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. എന്തായാലും ഞാൻ കുറച്ച് യെല്ലോ പെയിന്റ് എടുക്കുന്നുണ്ട്. ശരിക്കും സൺഫ്ലവറിന് ഡാർക്ക് യെല്ലോ ആണ് വേണ്ടത്. ഇനിയിപ്പോൾ എന്തായാലും ഈ പെയിന്റ് പൗച്ചിൽ നിർത്താൻ പറ്റത്തില്ല, അത് പോകും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു നോർമൽ യെല്ലോ ആണ് ഞാൻ എടുക്കുന്നത്. അത് കളർ ചേഞ്ച് ചെയ്യാനൊന്നും ഞാൻ പോയിട്ടില്ല. ഈ യെല്ലോയിൽ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഈ പൗച്ചും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും സൺഫ്ലവർ ആണ് ഉദ്ദേശിച്ചതെങ്കിലും ചെയ്തു വന്നപ്പോൾ ഇതിൽ എല്ലാ ഫ്ലവേഴ്സും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് ഉള്ളത്. പക്ഷെ കുഴപ്പമില്ലാത്ത രീതിക്ക് വന്നിട്ടുണ്ട്. നേരിട്ട് കാണാൻ കുഴപ്പമില്ല. വീഡിയോയിൽ കാണുന്നത് എങ്ങനെയാണോ അതിനേക്കാളും ഇത്തിരി കൂടെ കുഴപ്പമില്ലാത്ത രീതിക്കാണ് നേരിട്ട് കാണാൻ. അതെന്തോ വെച്ചിട്ട് ഒട്ടിച്ചതാണോ? ഞാൻ പെയിന്റ് ചെയ്തത്. എങ്ങനെ പെയിന്റ് ചെയ്യാൻ പറ്റും? ഇതൊക്കെ പെയിന്റ് അല്ലേ? സെലിന്റെ ഫോണ് ഇതില് ഞാൻ ചെയ്തു. അത് ഇതാണ് പിന്നെയും കൂടി നല്ലത്. ഇതേക്കാ പശയായിരിപ്പോ ഇതാ അത് എനിക്ക് തോന്നുന്നു അത് പോകും. പക്ഷെ ചുമ്മാ ഒന്ന് ചെയ്തതാണ്. രസമുണ്ടോ? കൊഴപ്പൊന്നുമില്ല. ഇത് എത്ര ദിവസം നിക്കും എന്നുള്ളത് അല്ലേ? തൽക്കാലം ഇപ്പൊ ഉപയോഗിക്കുന്നില്ലല്ലോ. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ മേലെ വെച്ചതാണ്. മേലെ വെള്ളം നനഞ്ഞ പോകും. പക്ഷെ ഇതില് വരച്ചിട്ടുണ്ട്. ഇത് അവളുടെ ഫോണിലാണ്. ഇനി ഇത് ഉപയോഗിക്കണ്ടോ അവള്? പക്ഷെ ഇത് പോകും. ഇതില് നിക്കില്ല. ഇതില് വെറും പെയിന്റ് ഇത് ചെയ്യണം. പക്ഷെ അത് ചെയ്തിട്ട് കാര്യമില്ല. കണ്ടോ ഇങ്ങനെ വരയുമ്പോഴേക്കും വൃത്തികേടായിട്ട് കണ്ട. ഇനി ഇതില് വേറെ എന്തെങ്കിലും വേറെ പെയിന്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് അക്രലിക് ആണ്, പക്ഷെ ഇതില് നിക്കില്ല. ഈ പെയിന്റ് ഇത് ചെയ്യാൻ മാത്രമാണ് അതാ വേറെ എന്തോ? ഇത് ഡ്രസ്സിൽ അടിക്കുന്ന പെയിന്റ്. അതാണ് തുണിയില് പെയിന്റ് ചെയ്യുന്നതാണ്. ഡ്രസ്സിൽ എന്തിനു പെയിന്റ് ചെയ്യണം? ഡ്രസ്സിൽ നമ്മള് പെയിന്റിങ് ചെയ്യില്ലേ? നമുക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കും, ഫ്ലവർ അങ്ങനെ. എന്നിട്ട് നിക്കുവോ? ഇത് അതിന്റെ പെയിന്റ് ആണ്, ഡ്രസ്സിൽ ചെയ്യുന്ന പെയിന്റ് ആണ്. അത് ഇതില് ചെയ്താൽ നിക്കത്തില്ല. പിന്നെ ചുമ്മാ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാ. ഇഷ്ടായോ? ഓക്കെ, അപ്പൊ ബൈ ബൈ. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാൻ പറ. ലൈക്ക് കുറച്ച് ബാക്കിലേക്ക് ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാം. ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.